ഹായ് അസ്സലാമു അലൈക്കും. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രവാചക വചനം ആത്മസംസ്കരണത്തോടൊപ്പം വിശക്കുന്നവന്റെ വേദന തിരിച്ചറിയാനുള്ള ഒരു അവസരമാകട്ടെ ഈ റമളാൻ മാസം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നൂർനിഷ. ഓക്കെ, നൂർനിഷ എവിടുന്നാ വിളിക്കുന്നത്? പറവണ്ണ. അപ്പൊ നൂർനിഷക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് അറിയാവോ? ഓക്കെ, 3 ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, 3 ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഈ 3 കറക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആകർഷകമായ ഒരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള യൂസുഫ് നബിയുടെ കഥ ഡാഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് പറയാം. അജബുൽ ഖസസ്, അഹ്സനുൽ ഖസസ്, അജ്മലുൽ ഖസസ്. ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള യൂസുഫ് നബിയുടെ കഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: അജബുൽ ഖസസ്, അഹ്സനുൽ ഖസസ്, അജ്മലുൽ ഖസസ്. ഉറപ്പിക്കാൻ പറ്റുമോ? ഏറ്റവും നല്ല കഥയാണത്. ഏതാണ് ഉറപ്പിക്കണ്ടേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാ. ഒന്നും കൂടി ആലോചിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും കേട്ടോ. ഒന്നും കൂടി ആലോചിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓപ്ഷൻസ് ഒന്നും കൂടി പറയട്ടെ. അജബുൽ ഖസസ്, അഹ്സനുൽ ഖസസ്, അജ്മലുൽ ഖസസ്. ഏറ്റവും നല്ല കഥയാണ്. ഉറപ്പിച്ചോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല, തെറ്റാണ്. ആദ്യം പറഞ്ഞത് ആൻസർ ആയിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത്. അഹ്സനുൽ ഖസസ്. അഹ്സനുൽ ഖസസ്. ഓക്കെ, എന്തായാലും അടുത്ത കോള് വിളിക്കാം. ഓക്കെ, വീണ്ടും വിളിക്കാം. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹഫ്സത്ത്. എന്താണ് ചെയ്യുന്നത്? പഠിക്കാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, 3 കുട്ടികൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? 3 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കാം. ഇസ്ലാമിലെ ഖലീഫമാർ 4 പേരായിരുന്നു. അവരിൽ നീതിമാനായ ഭരണാധികാരി എന്നറിയപ്പെട്ട ഖലീഫ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ?
ഞാൻ ഓപ്ഷൻസ് പറയട്ടെ? പറഞ്ഞോളൂ. ഓക്കെ. ഉമർ ഇബ്നുൽ അഫ്ഫാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹയും ഹിജ്റ പുറപ്പെട്ടപ്പോൾ ആദ്യം പോയ സ്ഥലം? അബൂബക്കർ റളിയല്ലാഹു അൻഹയും ഹിജ്റ പോയപ്പോൾ ആദ്യം പോയ സ്ഥലം ഒരു ഗുഹയാണ്. ഗുഹയുടെ പേരാണ്. ഉറപ്പിക്കാൻ പറ്റുമോ? ഉത്തരം തെറ്റായി പോയി. ഹിറാ ഗുഹ അല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയട്ടെ? സൗർ ഗുഹയാണ്. സൗർ ഗുഹ. ഓക്കെ, എന്തായാലും വീണ്ടും വിളിക്കാം. ഓക്കെ, മാസലാമ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റിഫ. റിഫയാണോ? ദിൽഫ. ഓക്കെ, ദിൽഫ. ദിൽഫ എത്രയിലാ പഠിക്കുന്നത്? 2-ല്. 2ാം ക്ലാസ്സിലാണോ? അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മ മാത്രമേ ഉള്ളൂ? ഉപ്പ ഉണ്ട്. വേറെ ആരാ ഉള്ളത്? അനിയത്തി. ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? സ്ഥലത്തിന്റെ പേരറിയോ? കൂത്തുപറമ്പ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ മോളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത് ആരാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. കേട്ടോ? ഞാൻ ഓപ്ഷൻസ് പറയട്ടെ? ഓക്കെ. ഓപ്ഷൻ ഒന്നാമത്തത് കാസിം റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആരാണെന്നറിയോ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആരാ പറഞ്ഞെന്ന്? ആഹാ, ഉമ്മാനോട് ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞാള്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. അവസാനമായി ഇറങ്ങിയ സൂറത്ത്? അവസാനമായി ഇറങ്ങിയ സൂറത്ത്. മോള് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവസാനമായി ഇറങ്ങിയ സൂറത്ത്. ഓക്കെ, ഉമ്മ അടുത്തുണ്ടോ? ഉമ്മ അടുത്ത് ചോദിച്ചു നോക്കിയേ. ഓക്കെ, ഉമ്മാനോട് പറയ്, മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സൂറത്താണത്. ഒന്നുകൂടി പറഞ്ഞ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ്. മോൾ ഇതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സമ്മാനം കൊണ്ടുപോവാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ മോളെ? അപ്പൊ ചോദ്യം ഇതാണ്. ഖുർആനിൽ പേര് പരാമർശിച്ച ഏക സ്വഹാബി? ആൻസർ പറഞ്ഞോളൂ.
ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. എന്തായാലും മോൾക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, വീട്ടിലെത്തും വൈകാതെ. വീണ്ടും വിളിക്കാം. മാസലാമ. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷാജഹാൻ. ഓക്കെ, ഷാജഹാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 3-ാം ക്ലാസ്സില്. ഓക്കെ, ഷാജഹാൻ എക്സാം ഒക്കെ കഴിഞ്ഞോ? ആഹാ, കഴിഞ്ഞ് വെക്കേഷൻ ആയല്ലേ? എന്തായാലും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? അപ്പൊ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത ആരാന്നറിയോ? ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത. ഓപ്ഷൻസ് പറയുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ അതല്ല. മറിയം ബീവിയാണ് ആ വനിത, പരാമർശിക്കപ്പെട്ട വനിത ഖുർആനില്. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകന്റെ പേരാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഇത് പറയട്ടെ, ഓപ്ഷൻസ് പറയട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. മറിയം ബീവിയുടെ ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മബ്രൂക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. മിഅ്റാജ് രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുമായി സംഭാഷണം നടത്തിയ സ്ഥലം. ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കട്ടെ? ഓപ്ഷൻസ് ഇല്ല, പക്ഷെ ഒരു ചെറിയ ക്ലൂ തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി മലക്കുകളെ കണ്ട സ്ഥലമാണത്. അതിനൊരു പ്രത്യേകമാക്കപ്പെട്ട പേരുണ്ട് കേട്ടോ. നിരവധി മലക്കുകളെ കണ്ട സ്ഥലമാണ്. ഒന്ന് ആലോചിച്ച് ആൻസർ പറഞ്ഞാൽ കിട്ടും. ഒരുപാട് സമയം എടുക്കരുത്. മസ്ജിദുൽ അഖ്സ. അയ്യോ, തെറ്റായി പോയല്ലോ ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ പറയട്ടെ? ഏഴാനാകാശം അല്ല. ഞാൻ എന്തായാലും ആൻസർ പറയാം. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞപ്പെട്ടൊരു സ്ഥലമാണ്, ഒരു പറയപ്പെട്ട സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലേ? ഹലോ, വീണ്ടും വിളിക്കാം കേട്ടോ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അപ്പോൾ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ആരാണെന്ന് നോക്കാം. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മുഫീദ. എവിടെന്നാ വിളിക്കുന്നത്? പുല്ലൂര്. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, ഇത്ത വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടില് ഉമ്മ അപ്പ സഹോദരന്. ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ആ ആ 3 ചോദ്യങ്ങളാണുള്ളത്. ആ ഈ 3 ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ആ ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. ആ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മദീനയുടെ പഴയ പേര്? യസ്രിബ്. യസ്രിബ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഒന്നും പറയാത്ത ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ അടുത്ത ക്വസ്റ്റ്യൻ: പ്രവാചകനിൽ നിന്നും ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി? ഓപ്ഷൻ ഒരു ക്ലൂ ഉണ്ട്, ഒരു ക്ലൂ പറയാം. അബു എന്ന തുടങ്ങുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ ഇതും കൂടി കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സമ്മാനം ഉണ്ട്. ആ ആ ഓക്കെ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്? ബക്കറ സൂറത്ത്. ബക്കറ സൂറത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൂറത്ത് ഏതാണ്? ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, അതിന് ഓപ്ഷനോ ക്ലൂ ഒന്നുമില്ല. അൻആം സൂറത്ത്. ഉറപ്പാണോ? ആ ഒന്നുകൂടെ ആലോചിച്ചൂടെ? ആലിമ്രാൻ. സമയമില്ല കേട്ടോ, പെട്ടെന്ന് പറയാം. ആലിമ്രാൻ സൂറത്ത് ആലിമ്രാൻ. ഓക്കെ, തെറ്റാണ് ആൻസർ. ആ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സൂറത്തുൽ ഷുഅറ ആണ്. ആ ആ ഓക്കെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ആ ആ വീണ്ടും വിളിക്കുക. ആ ആ മാസലാമ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.